പറയുന്ന ഒരു വ്യക്തി ലൈവിൽ വരുന്നു. സ്ത്രീകളെല്ലാം കിടന്നു കൊടുത്തോണ്ടാണ് ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ ഷോയ്ക്ക് അവസരം കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 6 അത്യാവശ്യം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീസൺ 5 അഖിൽമാരാർ എന്ന് പറഞ്ഞ ആളുകൾ മറന്നു തുടങ്ങിയോ ഒരു പേടി അയാൾക്ക് വന്നിട്ടുണ്ടാവും. ഒരു പുരുഷൻ വിന്നറായി കഴിഞ്ഞാൽ അത് അയാളുടെ അധ്വാനം കഴിവ്. ഇനി ഒരു സ്ത്രീ വിന്നറായി കഴിഞ്ഞാൽ അത് സഹകരണം കൂട്ടായ്മയും കവർച്ചയാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ കൂടെ ബെഡ് ഷെയർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ റവന്യൂ ഷെയർ ചെയ്തിട്ടാണ് എന്നുള്ള രീതിയിൽ പരാമർശം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? നട്ടല് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഇയാൾ പറയട്ടെ, ആ ഏഷ്യനെറ്റിലെ തലപ്പത്തില് ഈ ഒരു പറയുന്ന സ്ത്രീകളോട് വിരുദ്ധതയും സ്ത്രീകളുടെ റവന്യൂ ഷെയർ ഒക്കെ ചോദിച്ച് ജീവിക്കാൻ മാത്രം ഗതികേടുള്ള ഏഷ്യനെറ്റിലെ ആ മാന്യൻ, ആ തലപ്പത്തിരിക്കുന്ന മാന്യൻ എന്ന് പറയാണ്ട് അയാളുടെ പേര് ഇയാൾ വിളിച്ചു പറയാൻ തയ്യാറാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഊർജ്ജം നട്ടലൊക്കെ അംഗീകരിക്കാനായിട്ട് കഴിയും. ഇയാളുടെ 2 പെൺമക്കളിൽ ആരെങ്കിലും ഇതുപോലത്തെ ഒരു ഷോയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇയാൾ 2 വട്ടം ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് അത് ബാധിക്കും, എന്റെ മക്കളുടെ അഭിമാനത്തിന് അത് ബാധിക്കും. അല്ലാതെ നമ്മുടെ അടുത്ത് ആരും മോശമായിട്ട് പെരുമാറിയിട്ടോ അല്ലെങ്കിൽ അഭിമാനം വിറ്റ് കിട്ടുന്ന ഒരു അവസരത്തിനും ഞാൻ നെറ്റിവറായിട്ട് പോയി